വിഷയം ആസ്ട്രോളജി, ജ്യോത്സ്യം. ഇപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ രീതികളും മാറിയിട്ടുണ്ട്. കാലത്തിനനുസരിച്ചുള്ള മാറ്റം ആസ്ട്രോളജിയിലും വന്നു. പണ്ടൊക്കെ ജ്യോത്സ്യം നോക്കുന്നവർ, ജ്യോത്സ്യന്മാർ, ആസ്ട്രോളജേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വീടിൻ്റെ ചായ്പിൽ ഒരു ഏച്ചു കൂട്ടിയ ടാർപ്പായി ഇട്ട് 2 കാലും വെച്ച് അതിൻ്റെ മുകളിൽ കവടിയും നിരത്തി ഹൈ ഹൈ എന്ന് പറഞ്ഞിരിക്കുന്ന ശുക്രൻ, ശനി എന്നൊക്കെ പറയുന്ന അതെന്നൊക്കെ മാറിയിട്ട് ഇപ്പം ആപ്പായി. ഈ വീഡിയോ കാണുന്ന പലരും ഈ ഒരു ആപ്പിൻ്റെ പ്രൊമോഷൻ കണ്ട് കാണും. ആസ്ട്രോ ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതിന് ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഇവിടെ കൊടുക്കാം. ബ്രാൻഡ് അംബാസിഡറായിട്ട് മന്ത്ര ബേദി ഉണ്ട്, രൺബീർ കപൂർ ഉണ്ട്. മലയാളത്തിൽ തന്നെ കുറേ സെലിബ്രിറ്റീസ് ഇതിൻ്റെ പ്രൊമോഷൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അമല പോളിനെ പോലുള്ളവർ വന്നിരുന്നിട്ട് ഇതിൻ്റെ പ്രൊമോഷണൽ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബൈ ദ വേ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറയുന്നു, വിശ്വാസികളായിട്ടുള്ള ഒരുപാട് പേരെൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും. അവരുടെ ഒന്നും വിശ്വാസങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ അവരൊക്കെ ഈ ഒരു വീഡിയോയോട് കൂടി നിങ്ങളെ വിശ്വാസങ്ങളൊക്കെ ഒഴിവാക്കി നിങ്ങളൊരു സൈഡിൽ പോകണം, ഇതൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ആൻ ഇൻഫർമേഷൻ. ഇഫ് യു വോണ്ട് ടു തിങ്ക് ഓൺ ദിസ്, നിങ്ങൾക്ക് ചിന്തിക്കാം. ഇല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. കാരണം എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഒരു ഐറ്റം, സ്നേഹ. ഇതേപോലെ കണ്ട എല്ലാ ജ്യോത്സ്യന്മാരുടെ അടുത്തും കയറി ഇറങ്ങുന്ന ഒരാളാണ്. ഇന്ന രാവിലെ കുത്തിനീപ്പിച്ച് ജ്യോത്സ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഞാൻ കാറിലിരിക്കും, ഓളവിടെ കയറിപ്പോവും. മനസ്സിലായോ? അപ്പം എനിക്ക് എൻ്റെ വീട്ടിലുള്ള ആ ഒരു മുതലിനെ തന്നെ പറഞ്ഞു മാറ്റാനോ അല്ലെങ്കിൽ ഒന്ന് ചിന്ത മാറ്റി ചിന്തിക്കാനോ എനിക്ക് പറ്റിയിട്ടില്ല. ബട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, മാറുന്നവർക്കും മാറി ചിന്തിക്കുന്നവർക്കും മാറി ചിന്തിക്കാം. പോക്കറ്റിലെ കാശ് കുറച്ച് ബാക്കിയാവും. ആ വകയ്ക്ക് ചിലവാകുന്ന കാര്യങ്ങളിൽ കുറച്ച് സമാധാനം കിട്ടും. പിന്നെ മനസമാധാനം അതിലേറെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇങ്ങനെയുള്ള ആളുകൾ നമ്മളെ മനസമാധാനം ഇല്ലാതാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇമോഷൻ ചൂഷണം ചെയ്തിട്ടാണ് ഇവരൊരാളെ പിഴിഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമുക്കിവിടെ നടക്കുന്ന കാര്യങ്ങൾ കുറച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻസ്, ആസ്ട്രോ ടോക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രൊമോഷൻ വീഡിയോ നമ്മുടെ തന്നെ മലയാളി കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഇടയിൽ ടോപ്പ് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സായിട്ടുള്ള കുറേ പേര് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ അവരതൊരു ചിലരത് പക്ക ആഡ് പോലെ ചെയ്തിട്ടുണ്ട്. ചിലർ അവരുടെ കാഷ്വൽ വ്ളോഗിനിടയിൽ ഈ സാധനം കുത്തി വെച്ചിട്ട് ഒരു റിയൽ ഐറ്റം പോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്താ പറയുന്നത് അറിയോ, ഈ അടുത്ത കാലത്ത് വന്ന കുറേ ന്യൂസുകൾ നിങ്ങൾ കാണണം. അതിലൊക്കെ ഈ അന്ധവിശ്വാസം, ഈ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിട്ടും ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ടും ഈ ഭാവി ഭൂതം വർത്തമാനം, പിന്നെ അവരുടെ കരൻ പ്രശ്നങ്ങൾ, പിന്നെ പൈസ ഉണ്ടാക്കാനുള്ള വഴി, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ഇവരുടെ അടുത്ത് പോയിട്ട് മൈൻഡ് കട്ടായി പലതും ചെയ്തു കൂട്ടി, പലരും ഇല്ലാതായി, പല ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നു. പീഡന പരാതികൾ വരെ വരുന്നു. അപ്പം അടുത്ത് മുരാരി ജ്യോത്സ്യൻ, തന്ത്രി, അങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അതിലും വലിയ പക്ക സ്കാമിലേക്കാണ് ഈ പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് മീറ്റ് മീരിയുടെ വീഡിയോ കാണാം. ഈ മീറ്റ് മീരിയുടെ വീഡിയോനകത്ത് അവരവരുടെ ഡെയിലി വ്ളോഗ്, അവരിപ്പോൾ വീടൊക്കെ വെച്ച് സെറ്റായി അവരുടെ വീടിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഈ വീടിനെ കുറിച്ച് പറയുന്നതും അല്ലെങ്കിൽ വീടിൻ്റെ ആ കോണ്ടന്റിൻ്റെ ഇടയിൽ കൃത്യമായിട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് ഈ സാധനം കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. മനസ്സിലായോ? അപ്പം അതാണ് ഞാൻ ആദ്യം ഇവിടെ പ്ലേ ചെയ്യുന്നത്. എല്ലാവരും നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ വീട് എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ നിങ്ങൾ അതൊക്കെ തരണം ചെയ്തതെന്ന് കുറെ സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് 1 year ആക്ച്വലി ഭയങ്കര ഡിലേ ആണ്. സ്ഥലം കുറേ നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലം കിട്ടുന്നില്ല, നമ്മുടെ ബജറ്റിനുള്ള സ്ഥലം കിട്ടുന്നില്ല. അങ്ങനെ ഒരു ദിവസം നമ്മുടെ അമ്മ എന്നെ പറഞ്ഞു, എന്തെങ്കിലും നിങ്ങൾ നോക്കണം എന്നൊക്കെ. ആദ്യം എനിക്കൊന്നും വിശ്വാസം ഉണ്ടായില്ല. അതെ, നമ്മൾ ആസ്ട്രോ ടോക്കില് അഖില എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ. ആസ്ട്രോ ടോക്ക് പോയിട്ട് അഖിലനോട് സംസാരിച്ച് നമ്മുടെ ഈ പ്രശ്നങ്ങൾ മൊത്തം പറഞ്ഞു. ഈ അഖിലനോട് പറഞ്ഞു, അഖില നമ്മളോട് കുറേ സംസാരിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് റെമഡീസ് കാര്യങ്ങളൊക്കെ പറയും. നമ്മൾ അതൊക്കെ ഫോളോ ചെയ്ത് തുടങ്ങി അല്ലെ. ഒക്ടോബർ അവർ പറഞ്ഞു, ഈ ഒക്ടോബർ നവംബർ ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഉദ്ദേശിച്ച സാധനം കിട്ടും. കറക്റ്റ് നമ്മൾ ഒക്ടോബർ ആകുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോഴേക്ക് ഒരു സ്ഥലം കിട്ടി കേട്ടോ. നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് അസ്ട്രോളജറുമായിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മുടെ അസ്ട്രോ ടോക്കിലെ അസ്ട്രോളജറുമായിട്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ കണക്ട് ചെയ്യാം. മാത്രമല്ല ആദ്യത്തെ ചാർട്ട് നിങ്ങൾക്ക് ഫ്രീ ആണ്. അതെ, അതായത് ഇതൊരു പക്ക പ്രൊമോഷനാണ്. അവരവരുടെ റിയൽ ലൈഫ് ആ ഒരു വീട് വെച്ചതുമായിട്ട് കണക്ട് ചെയ്ത് നൈസായിട്ട് ഈ സാധനം പ്രൊമോഷൻ ചെയ്ത് വിറ്റ്. ഇതിൽ ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട് വയ്ക്കാം. ഇതിൽ ഇവരുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇവർ ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഈ ആസ്ട്രോ ടോക്കിലൂടെ ഒരു ജ്യോത്സ്യനോട് സംസാരിച്ചതിന് ശേഷമാണ് ഇവർക്ക് ഈ പറഞ്ഞ വീടിൻ്റെ സ്ഥലം റെഡി ആയത് എന്നുള്ള എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കതൊരു പച്ച നുണയായിട്ടാണ് തോന്നുന്നത്. അതൊരു പ്രമോഷൻ്റെ ഭാഗമായിട്ടൊരു സാധനം വന്നു. അപ്പോൾ അവരുടെ റിയൽ ലൈഫിലുണ്ടായ ഒരു സംഗതിയായിട്ട് അവർ കണക്ട് ചെയ്തിട്ട് ഒരു ആഡായിട്ട് അപ്ലോഡ് ചെയ്തു. ഇനിയിപ്പോൾ അത് അങ്ങനെ ആണെങ്കിൽ തന്നെ അതൊക്കെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാലെ കൂടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകം അണ്ടത്തരം എന്നേ പറയണം. ഇത് പ്രൊമോട്ട് ചെയ്യുന്നവർ പ്രൊമോട്ട് ചെയ്തോട്ടെ, വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ. ഞാൻ എൻ്റെ കുറേ പേഴ്സണൽ എനിക്കുള്ള കുറേ എക്സ്പീരിയൻസുകൾ പറയാം. ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഇനിയും പറയാം. അതായത് എൻ്റെ വീട്ടുകാർ ഭയങ്കര വിശ്വാസികളാണ്. എസ്പെഷ്യലി ദൈവത്തിലുള്ള വിശ്വാസത്തിനേക്കാൾ കൂടുതൽ അവർക്ക് ഈ ജ്യോത്സ്യന്മാരിലുള്ള വിശ്വാസം ഭയങ്കര കൂടുതലുള്ള ടീംസാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം, ഇപ്പോൾ സന്തോഷിച്ച് സമാധാനിച്ച് നല്ല സമയത്ത് പോകുമ്പോൾ ഒരു ജ്യോത്സ്യൻ്റെ വീട്ടിൽ പോയിട്ട് ജ്യോത്സ്യരെ എനിക്ക് നല്ല സുഖവും സമാധാനം കേട്ടോ പോട്ടെ ഇങ്ങനെ ആരും പറഞ്ഞു പോരൊന്നുമില്ല. അപ്പോൾ ഒരു ജ്യോത്സ്യനെ അറിയാം എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോഴാണ് ആരെങ്കിലുമൊക്കെ കയറി പിടിച്ച് വരിക എന്നുള്ളത് അവരെ അന്വേഷിച്ചിട്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീട്ടിൽ കുറേ അധികം പ്രശ്നങ്ങളുള്ളൊരു സമയത്ത് ഇപ്പം മീറ്റ് ഈ കണ്ടന്റിൽ വെച്ച സാധനത്തിൻ്റെ ഹുക്ക് അവിടെയാണ് ഇരിക്കുന്നത്. ഈ അമ്മമാർ നമ്മളെ വയസ്സായ വീട്ടിൽ ബാക്കിയുള്ളവരൊക്കെ പണ്ട് മുതലേ ഈ ഡോക്ടറെ കാണിക്കുന്ന പറഞ്ഞ പോലെ ഈ പറയുന്ന ഒരു ഐറ്റമാണ് ഒരു ജ്യോത്സ്യനെ പോയി കണ്ടാലോ, ഒരു പണിക്കരെ പോയി കണ്ടാലോ, ഈ സാധനം പറയും. ഇപ്പം അസുഖം വന്നാൽ ഒരു പണിക്കരെ കാണാം, ഒരു ജ്യോത്സ്യനെ കാണാം. അസുഖം വന്നതിനൊരു പണിക്കരെയും ജ്യോത്സ്യനെയും കണ്ടിട്ട് എന്തൊരു കാര്യം. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ അമ്മയുടെ അമ്മയ്ക്കൊക്കെ അത്യാവശ്യം നല്ല രോഗങ്ങളൊക്കെ ഉണ്ട്. അമ്മമ്മയ്ക്ക് ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇപ്പോഴും ഉണ്ട്. ഇവർ വിചാരം ഈ രോഗങ്ങളൊക്കെ വരുന്നത് ആരോ ഇവർക്ക് ഇട്ട് പണിഞ്ഞതാണ്. മനസ്സിലായോ? അപ്പോൾ ഈ പണിഞ്ഞത് ആരാന്ന് കണ്ടുപിടിക്കാൻ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോകണം. ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് എവിടുന്ന ഈ രോഗം വരുന്നത് അതിനുള്ള മരുന്ന് കണ്ടുപിടിച്ച് മരുന്ന് കഴിക്കാന്നല്ലാതെ അതൊന്നുമല്ല. ഇവരെ തലയിൽ ചെല്ലുന്നത് ഇതാ. അപ്പം ഇത് നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ചൊന്ന് കുറഞ്ഞു വരുമായിരുന്നു. ഏത് ഈ പണിക്കന്മാരുടെ അടുത്തുള്ള പോക. ഈ ന്യൂ ജനറേഷൻ ഈ പറഞ്ഞ പരിപാടികളോട് പ്രത്യേകിച്ച് ഒരു താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ജെൻസി ക്രൗഡിന്. പക്ഷെ ഇതുപോലുള്ള ആസ്ട്രോടോക്ക് പോലുള്ള ആപ്പുകൾ വീണ്ടും, അതായത് കാലം മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ രൂപം മാറി, സ്കാമിൻ്റെ ഈ പറ്റിക്കുന്നതിൻ്റെ രൂപം മാറി. അപ്പോൾ വീണ്ടും ഇതൊക്കെ ഡിജിറ്റൽ സാധനമായപ്പോൾ ഇതിൽ AI ഉണ്ട്, അതാ കോമഡി, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇതിൻ്റെ ഡിജിറ്റൽ സാധനം വന്നപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യാൻ വീണ്ടും ഇൻഫ്ലുവൻസേഴ്സിനെയും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും കൊണ്ട് അവർ കാശിറക്കി അവർ പരിപാടി തുടങ്ങി. ആക്ച്വലി നോർത്തിൽ ഇത് വലിയൊരു സ്കാമാന്ന് പറഞ്ഞ് പൊട്ടിപ്പോയൊരു ഐറ്റമാണ്. ഇപ്പം മലയാളികളുടെ ഇടയ്ക്ക് ഇവിടുത്തെ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വെച്ചിട്ട് ഇവന്മാർ ഇൻജക്ട് ചെയ്ത് വിടുന്ന ഈ പരിപാടി, ഈ ആസ്ട്രോടോക്ക് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ഇത് സ്കാമാന്ന് പറഞ്ഞുള്ള ഹിന്ദിക്കാരുടെ ഇഷ്ടംപോലെ വീഡിയോസ് കാണാൻ പറ്റും. ഇതിലൂടെ പണം വരാനുള്ള മറ്റേ രുദ്രാക്ഷമാല വിൽക്കും, പ്രോപ്പർട്ടീസ് എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ പൂച്ച എങ്ങനെ ആക്കി കഴിഞ്ഞാൽ പൈസ വരും, ഏത് പൂച്ച മാടി വിളിച്ചാൽ പൈസ വരും, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇവർ വിൽക്കുന്നുണ്ട്. അതായത് ഈ നമ്മുടെ നാട്ടിൽ സ്ട്രീറ്റ് മാർക്കറ്റ്സിൽ പോയി കഴിഞ്ഞാൽ ഒരു 10 രൂപ 20 രൂപയ്ക്ക് കിട്ടുന്ന ഐറ്റങ്ങൾ ഇവർ കൊണ്ടുവന്നിട്ട് 10,000-നും 20,000-നും 30,000-നും ഇതിൽ ഭാഗ്യം കിട്ടുന്ന പറഞ്ഞ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അതൊരു സ്റ്റൈലിൽ വലിയ സ്കാം ഇതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് എക്സാമ്പിൾ പറയാൻ പറ്റും. എന്ത് വന്നാലും പണിക്കന്മാരെടുത്തോടും, എന്ത് വന്നാലും മറ്റേ അമ്പലത്തിൽ പൂജ, വീട്ടിലൊരു മറ്റേ പണിക്കരെയോ ജ്യോത്സ്യനെയോ കൊടുത്തിട്ട് അവിടെ ഒരു പ്രശ്നം വെപ്പ്, പിന്നെ ഒരു പൂജ. പ്രശ്നം വന്നാൽ മനുഷ്യൻ ആ പ്രശ്നം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാൻ നമ്മളൊരു കുറച്ച് ടൈം എടുത്ത് കുറച്ച് മൈൻഡ് റിലാക്സ് ചെയ്ത് നിങ്ങൾ അതെന്താ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. ആ വിഷയം എങ്ങനെ ടാക്കിൾ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ തന്നെ ഒരു കാൽക്കുലേഷൻ കൊണ്ടുവരണം. അതിന് നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡ് വേണോ? നിങ്ങൾ തന്നെ ഇഷ്ടംപോലെ ദൈവങ്ങളെ സ്ഥലങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? ഇഷ്ടംപോലെ ദൈവങ്ങളില്ലേ? ആരാധനാലയങ്ങളില്ലേ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡ് കിട്ടില്ലേ? അവിടെ ചെന്നിരുന്ന് ഒന്ന് ആലോചിക്കുക, എന്താണ് എൻ്റെ പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾ വന്നത് എവിടുന്ന. ഇത് ഈ പറയുന്ന ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെ അറിയോ? ഇപ്പം റിയൽ ലൈഫിൽ ഞാനൊരു 100 നുണ പറഞ്ഞ് നടക്കുന്ന ആളാന്ന് വിചാരിച്ചോ. ഓക്കെ, 100 നുണ പറഞ്ഞ് നടക്കുന്ന ഒരാൾ, ഞാനൊരു ജ്യോത്സ്യനാണ്. ഈ 100 നുണകളിൽ ഞാൻ എറിഞ്ഞ് നടക്കട്ടെ, 100 നുണ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് നടക്കുക. ശിക്കാരി ശംഭു പോലെ ഒരു 10 നുണ പറയുന്നത് എവിടെയെങ്കിലും ഒരു ക്ലിക്കായി, ഞാൻ ഭയങ്കര സൂപ്പറായി. നേരെ മറിച്ച് ഞാനൊരു ജ്യോത്സ്യനല്ല, ഞാൻ 100% സത്യസന്ധനാണ്. ഞാൻ സത്യം മാത്രമേ പറയൂ, 100-ൽ 100 സത്യം മാത്രമേ പറയൂ എന്ന് പറഞ്ഞ് നടക്കുന്നൊരു മനുഷ്യൻ. അബദ്ധവശാൽ ഇനിയിപ്പോൾ ഞാൻ പോലും അറിയാതെ സത്യം തന്നെ പറഞ്ഞതാണെങ്കിൽ തന്നെ അതിലൊരു 1-2 എവിടെയെങ്കിലും ഒരാൾക്ക് നുണയാണെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ, ഞാനാണ് ലോക നുണയെന്ന് പറയും. ഇതാണ് ഒരു ജ്യോത്സ്യനും ഒരു റിയൽ മനുഷ്യനും തമ്മിലുള്ള മാറ്റം. കാരണം ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരാൾ
എക്സ്പെക്റ്റേഷൻ വെച്ച് ചെല്ലുകയാണ്. ഇയാൾ നുണ പറയില്ലായിരിക്കും, അല്ലെങ്കിൽ ഇയാൾ പറയുന്നതാണ് സത്യം. അയാൾ ഇനി നമ്മളെ ലൈഫിൽ നടക്കുന്നതോ നടക്കാത്തതോ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞാലും നമ്മൾ അതിൻ്റെ അടുത്ത് തലയാട്ടി പോകും. കാരണം നമ്മൾ അയാളുടെ അടുത്ത് ചെല്ലുന്ന ആ ഒരു ഡെസ്പറേറ്റ് സാധനം വെച്ചിട്ടാ. മനസ്സിലായില്ലേ? എന്തോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, ഇതിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും, ഇതും കൊണ്ട് ചെല്ലുന്ന ഒരാളെ ഇവർ ഭയങ്കരമായിട്ട് മൈൻഡായിട്ട് ബ്ലൈൻഡാക്കി ഫ്രീസാക്കി മാനിപ്പുലേറ്റ് ചെയ്ത് വിട്ട് കളയും. അതിനു വേണ്ടി കുറേ കവടികാരത്തിലും കുറേ ഗ്രഹങ്ങളെ പേര് പറയലും, പിന്നെ ഈ കിടക്കുന്ന ചൊവ്വയും ബുധനും ശനിക്കൊക്കെ ഇതാണല്ലോ പരിപാടി. ഇവിടെ നാട്ടിലുള്ള ഇത്രയും കോടാനുകോടി മനുഷ്യന്മാർ ഉള്ള സ്ഥലത്ത് ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇത് വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുടെ ഇടയിലും ശനി പിടിച്ചിട്ട് പിന്നാലെ കൂടാനും ശുക്രൻ പിടിച്ച് പിന്നാലെ കൂടാനും ചൊവ്വ ഒന്ന് എത്തി നോക്കാനും ഇതൊക്കെയാണല്ലോ ഇപ്പോൾ പണി. ഇതൊക്കെ വിശ്വസിച്ച് പോണവരും ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്പ് വന്നപ്പോൾ അതിൻ്റെ പിന്നാലെ പൈസയും വാങ്ങി ഇറങ്ങിയ കുറേ ഇങ്ങനത്തെ ക്രിയേറ്റേഴ്സും ഇതെന്താ പറയുക, നാളുകളിൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ എനിക്ക് മീറ്റ് നിരീനെ അറിയാം, ഇനി അടുത്ത സൂപ്പർ ഹീറോൻ്റെ വീഡിയോ വയ്ക്കാം. അപ്പോൾ ഇവരൊക്കെ GP റൈഡർ ഇവരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്താ വിചാരിക്കുന്ന ഒരു പ്രൊമോഷനാണ് ചെയ്തിട്ട് പോവാം. ചിലപ്പോൾ ഒരു വിശ്വാസികളും ആയിരിക്കും, ഇവർക്കൊക്കെ ഇതിൽ വിശ്വാസം ഉണ്ടാവും. പക്ഷെ ഞാൻ വിശ്വാസിയല്ല, എനിക്കിതിലൊന്നും വിശ്വാസമില്ല. വിശ്വാസമുള്ളവർ അത് പ്രൊമോട്ട് ചെയ്യുക, കാശ്. ഞാൻ എഗെയിൻ പറയുന്നു, വിശ്വാസമുള്ളവരാണ് ഇത് പ്രൊമോട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ അവർ കാശ് വാങ്ങാൻ പാടൂ. പ്രൊമോഷൻ ആണെങ്കിൽ പിന്നെ അവർ കാശ് വാങ്ങരുത്. അതായത് വിശ്വാസികളാണ് വിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ കാശും വാങ്ങാൻ പാടില്ല. അപ്പോൾ അവർക്കും ഇത് പ്രൊമോഷൻ ആയിരിക്കും. മനസ്സിലായോ? ഇത്രയ്ക്കും വിഷമിക്കാൻ മാത്രം ഇപ്പൊ അവിടെ എന്താണ് ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുങ്ങി ഇറങ്ങാൻ 3 മണിക്കൂർ വേണം. ഓരോ ഇൻഫ്ലുവൻസർ പിള്ളേരെ കണ്ടിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടാ ഒരുങ്ങുന്നത്. പിന്നെ അവരിത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, കാരണം അവര് 4 പേർക്ക് അറിയാം, പിന്നെ കഴിവുമുണ്ട്. ഒരു കഴിവും ഇല്ല, 4, 3, 7 പേര് കാണിക്കാനൊക്കെ എന്തിനാണെങ്കിലും ഒരുങ്ങുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ഒരവസ്ഥ. കൂട്ടുകാരുടെ ഫ്രണ്ടിൽ എന്നെ കോമാളിക്ക് കാണിച്ചപ്പോ നിങ്ങക്ക് സന്തോഷമായല്ല? എന്തോന്ന് കോമാളിയാക്കിയെന്ന് ഒരു തമാശ പറഞ്ഞാണ്. അല്ലെങ്കിലും നിങ്ങക്ക് കൂട്ടുകാരുടെ ഫ്രണ്ടിൽ എന്നെ കൊച്ചാക്കി കാണിക്കണം, അത് നിങ്ങൾ സാധിച്ചല്ലോ. മേഘം, നീ ചുമ്മാ ചെറിയ കാര്യത്തിന് ഊതിപ്പെരിപ്പിച്ച് വലുതാക്കൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ചെറിയ കാര്യമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെ അല്ല. ഞാനാണ് അവിടെ ഇൻസൾട്ട് ആയത്. തമാശ രൂപത്തിൽ എടുക്കാൻ പഠിക്കാതെ. എനിക്ക് അങ്ങനെ തമാശ എടുക്കാൻ പറ്റൂല. മേഘത്തിന്റെ എന്ത് സ്വഭാവമാണ്? ഒന്ന് കേൾക്കാൻ നിൽക്കാൻ നിനക്കങ്ങ് പോയി കിടന്ന് ഉറങ്ങിയാ മതിയല്ല. എനിക്കൊന്നും സംസാരിക്കണ്ട. ഞാൻ അനുഭവിക്കണ എന്താന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവൂല. നമ്മൾ രണ്ടാൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം. നിങ്ങൾ അപ്പുറത്തെ റൂമിൽ കിടന്നുറങ്ങ് പോ. ശല്യം. എടി നിനക്കെന്നെ വേണ്ട, നീ എന്നെ വിട്ട് പൊക്കോ. ഞാനും അടുത്തു എന്ന് അടിയുണ്ടാക്കി ജീവിതമേ. എന്റെ വിവാഹ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങളാ. എല്ലാം അവസാനിക്കുന്നു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷമായോ? അതെ, അതെങ്ങനെ മനസ്സിലായി? എനിക്കിത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ ബന്ധം തകരില്ല. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഈഗോ മാറ്റി വെച്ച് എല്ലാം തുറന്ന് സംസാരിക്കും, എല്ലാം ശരിയാകും. നല്ല ചായ. താങ്ക് യു. എടാ, നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ച തീരുന്ന പ്രശ്നമുള്ളൂ നമുക്കിടയിൽ. അതെനിക്ക് മനസ്സിലായി. ഇനി ഞാൻ ആവർത്തിക്കൂല. നമുക്കൊന്ന് ഒരുമിച്ച് കുക്ക് ചെയ്താലോ? ഓക്കെ. ഓക്കെ, ഇത് വേറൊരു കോണ്ടന്റ്. സംഗതി കുറച്ച് ക്രിഞ്ചാണെന്നുണ്ടെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ മീറ്റ് നിരിയുടെ കണ്ടന്റ് പോലെയല്ല. ഇത് പക്കാ ഒരു പ്രൊമോഷണൽ സാധനമാണ് എന്നുള്ളത് ഭയങ്കര എവിഡൻ്റ് ആണ്. ഓക്കെ, ആ ഒരു ആഡൊക്കെ ചെയ്യുന്ന അതേ സാധനത്തിനകത്താണ് വെച്ചിട്ടുള്ളത്. മീറ്റ് നിരിയുടെ സംഗതിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ശേഷം ക്രെഡിബിലിറ്റി കുറവായിരിക്കും. കാരണം ഇത് പക്കാ ഇപ്പോൾ എന്തെങ്കിലും ഒരു സോപ്പിൻ്റെ ജീപ്പിൻ്റെ കണ്ണാടീൻ്റെ പരസ്യം ചെയ്യുന്ന പോലെ ഒരു പരസ്യം ചെയ്യുന്ന പരിപാടി. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ഇതൊക്കെ കണ്ടിട്ട് ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാരണം ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, അതായത് ഏജ് കാറ്റഗറി ഇല്ല, ജെൻഡർ കാറ്റഗറി ഇതിലോ അങ്ങനെയൊന്നും ഇല്ല. സോഷ്യൽ മീഡിയയിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ പലർക്കും പല മൈൻഡായിരിക്കും. ചിലർ ജോലി കിട്ടാത്തവരുണ്ടാവും,
പഠിത്തം മര്യാദയ്ക്ക് നടക്കാത്തവരുണ്ടാവും, അല്ലെങ്കിൽ ലവ് ഫെയിലിയർ ആയിട്ട് നടക്കുന്നവരുണ്ടാവും. അങ്ങനെ പല മെൻറ്റാലിറ്റിയിലുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സമയം കൊല്ലാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഇരിക്കുമ്പോഴായിരിക്കും ഇതുപോലുള്ള അത്യാവശ്യം ക്രെഡിബിൾ ആയിട്ടുള്ള ആളുകളുടെ ആഡ് അല്ലെങ്കിൽ പ്രമോഷൻസ് കയറി വരുന്നത്. ഈ സാധനം വരുന്നതോട് കൂടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയോ, ഇതിൻ്റെ ഒരു ആഡ് ആ ഒരു പാർട്ട് അല്ലെങ്കിൽ ഇതൊരു പ്രമോഷൻ എന്നുള്ള പാർട്ട് ഇവർ മറക്കും. ഇവർ നേരെ കയറി ചെല്ലുന്നത് ഈ പറഞ്ഞ ജോത്സ്യൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്തേക്കാവും. കയറി ചെന്ന് കഴിഞ്ഞാൽ ലോക കോമഡിയാണ് അതിനകത്ത് ആദ്യം നമുക്കൊരു ഫ്രീ ട്രയൽ എന്ന് പറഞ്ഞൊരു സാധനം അവർ തരുന്നുണ്ട്. അത് എത്ര 1-2 മിനിറ്റ്സ്. ഞാനത് എന്താണെങ്കിലും കയറി ഡൗൺലോഡ് ചെയ്ത് നോക്കി, അതിനകത്ത് 2 മിനിറ്റ്സ് ട്രയൽ നോക്കി. ഞാനപ്പോൾ അവരായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അമേരിക്കയിൽ നിന്നാണ് ചാറ്റ് ചെയ്യുന്നത്, എൻ്റെ പേര് സീക്രട്ട് ഏജൻറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് ചാറ്റ് ചെയ്ത് ഞാൻ ചോദിച്ചു ഇറാൻ അമേരിക്ക യുദ്ധം എപ്പോൾ ഉണ്ടാവും എന്നൊക്കെ ചോദിച്ച സമയത്ത് സമയം കഴിഞ്ഞാൽ എന്നിട്ട് എന്നോട് പറയുകയാണ് ഇനി 1 മിനിറ്റിന് 5 രൂപ ഡിസ്കൗണ്ടാണ്, 1 മിനിറ്റിന് 5 രൂപ വന്നാൽ ഇനി 1 മിനിറ്റ് അവർ സംസാരിക്കുന്നത്. എന്തോ ബോട്ടാണ് സാധനം, വെച്ചിട്ടുള്ള എന്തോ പരിപാടി വെച്ചിട്ടാണ് ഈ പറഞ്ഞ ഐറ്റം നമ്മളോട് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് റിയൽ ഏതാ ഏതാ എന്നുള്ളത് ആദ്യം നമ്മൾ ഒരു വെച്ചിട്ട് ഇവന്മാർ സംസാരിക്കും. നമ്മളെ പ്രശ്നങ്ങൾ പറഞ്ഞ് തുടങ്ങുമ്പോഴാവും ചിലപ്പോൾ ഇതിനകത്ത് ഇനി റിയൽ ആയിട്ട് ആരെങ്കിലും നമ്മളോട് സംസാരിക്കാൻ വരുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഐഡിയ ഇല്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം, നമ്മളുടെ ജനന സമയം കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഡേറ്റ് ഓഫ് ബർത്തും ജനന സമയവും ഈ പറഞ്ഞ ആസ്ട്രോളജിയിലെ ഏറ്റവും വലിയ ബ്ലണ്ടർ ഈ സാധനങ്ങളാണ്. ഇപ്പോൾ ഒരേ സമയത്ത് ജനിച്ച എത്ര പേര് ഈ ലോകത്തിലുണ്ടാവും? ഒന്നും വേണ്ട, നിങ്ങൾ ജീവിക്കുന്ന ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ, ഓക്കെ, ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരേ സമയത്ത് ജനിച്ച എത്ര കുട്ടികൾ കാണും? അവരുടെയൊക്കെ ലൈഫ് ഒരേപോലെയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ സമയത്തിൻ്റെതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവണ്ടേ? അല്ലെങ്കിൽ ആ നാളിൽ ആ സമയം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഒരേ ഇയറിൽ ഒരേ ഡേറ്റിൽ ഇവർ ഈ പറയുന്ന എന്താ പറയുക ഈ ഒരു പെർട്ടിക്കുലർ ടൈം കാറ്റഗറിയിൽ പെടുന്നവരൊക്കെ ഒരു നാളുകാർ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ, ഇവരുടെയൊക്കെ ലൈഫ് ഒരുപോലെയാണോ? ഞാൻ പറയുന്നു നിങ്ങളോട്, ഈ ലോകത്തിൽ ജനിച്ചതും മരിച്ചതും ഇനി ജനിക്കാൻ പോകുന്നതായിട്ടുള്ള ആരുടെയും ഒരു പേഴ്സണെയും അയാളുടെ ലൈഫ് സെയിം ആയിരിക്കില്ല. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുള്ള അല്ലേ? ഇവർ ഈ പറയുന്ന പോലെ ഒരു ജാതകക്കാരൻ അല്ലെങ്കിൽ ഒരു നാളിൽ പിറന്ന ഇപ്പം ഒരേപോലത്തെ ഒരു ടൈം ഫ്രെയിമിനകത്തുള്ള നാളുകളൊക്കെ ഒന്നായിരിക്കും. അവരൊക്കെ ജനിച്ചതിൽ ചിലപ്പോൾ ഒരേ സമയത്ത് ജനിച്ചവർ കാണും. ഇതിൻ്റെ ലോജിക്ക് എന്താ ഈ സാധനത്തിന്? ഇത് ഓൾറെഡി നമ്മളുടെ ധ്രുവറാട്ടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3 കൊല്ലം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൗ ആസ്ട്രോളജി ഫൂൾസ് മില്യൺസ് ഓഫ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഈ ആസ്ട്രോളജീനെ എക്സ്പോസ് ചെയ്ത് വിടുന്നുണ്ട്. ആ വീഡിയോ ഞാനിവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാട്ടാ. अगर एक रमेश है एक सुरेश है, रमेश जनवरी में पैदा हुआ है, सुरेश जुलाई में पैदा हुआ है, ऐसा हो सकता है क्या सूरज की तरफ से जो ग्रेविटेशनल फोर्स आने लग रहा है वो रमेश पर ज्यादा लगे, सुरेश पर कम लगे? कि सूरज वहां से दूर से बैठा बोलकर कहेगा भाई जो जनवरी वाले लोग हैं भाई सब लाइन में खड़े हो जाओ, यहाँ पर रमेश तू भी आजा, जनवरी वाला है, आज तेरे ऊपर ज्यादा ग्रेविटेशनल फोर्स लगाऊंगा मैं? कुछ सेंस बना इस बात का? या फिर वो दूर बैठा मंगल ग्रह है हमारा, वो कहेगा भाई जो मार्च में पैदा हुए हो सब आ जाओ, मैं आप सबके लिए ग्रेविटेशनल फोर्स लेकर आ रहा हूं जिससे सबको गुड लक मिलेगी. ये लॉजिक सुनकर तो मेरे दिमाग में एक ही चीज आती है, दाल में कुछ काला नहीं है बल्कि पूरी दाल ही काली है. अगर साइंस की बातों से आप में अभी भी यकीन नहीं आया है तो थोड़ा और लॉजिक की बातों से आपको यकीन दिलाता हूं. एग्जाम्पल से समझते हैं. ये जो एक्वेरियस सन साइन है ये उन लोगों के लिए होता है जिनका बर्थडे 20th जनवरी से लेकर 18th फरवरी के बीच में आता है. इसके बाद वाला जो साइन होता है वो होता है पाइसेस, 19th फरवरी से शुरू होता है वो. अब यहां पर सोचकर देखिए 3 लोगों के बारे में, बंटी, बबली और बबलू. बंटी का बर्थडे आता है 20th जनवरी को, बबली का बर्थडे आता है 18th फरवरी को और बबलू का बर्थडे आता है 19th फरवरी को. अब बंटी और बबली का बर्थडे जो है वो एक दूसरे से काफी दूर है, लेकिन इन दोनों का हॉरोस्कोप एक ही है. दोनों एक्वेरियस कैटेगरी में फॉल करते हैं, लेकिन यहाँ पर बबली और बबलू का बर्थडे एक दिन के अंतर इन दोनों के बीच में, लेकिन दोनों के हॉरोस्कोप्स बिल्कुल कंप्लीटली अलग. कुछ सेंस बना इस बात का? जिन 2 लोगों के बर्थडे इतने पास हैं एक दूसरे से, उन दोनों का भविष्य बिल्कुल अलग. जिन 2 लोगों के बर्थडे 1 महीने दूर हैं, उन दोनों को सेम गुड लक बैड लक मिलने लग रही है. दूसरा पॉइंट, कहा जाता है कि एस्ट्रोलॉजी हमारे डेट और टाइम ऑफ बर्थ से रिलेटेड है. इसका मतलब तो ये हुआ जो ट्विंस एक साथ पैदा होते हैं या फिर लिटरली मिनट्स
का अंतर होता है उन दोनों के पैदा होने के बीच में। उन दोनों की जिंदगियां तो एक दूसरे से काफी सिमिलर होनी चाहिए, लेकिन ऐसा होते हुए हमें बिल्कुल नहीं दिखता। साल 1958 में एक स्टडी करी गई थी इसको लेकर। लंदन में करीब 2000 से ज्यादा बच्चे जो एक समय पर पैदा हुए थे, उन सबको इस स्टडी के लिए रजिस्टर किया गया। अगले कई सालों के लिए, डेकेड्स के लिए उनको मॉनिटर किया गया, उनकी डेवलपमेंट को देखा गया। रिसर्चर्स ने 100 अलग अलग कैरेक्टरिस्टिक्स को देखा कि जब ये बच्चे बड़े हुए, बाद में जाके इन्होंने नौकरी करी तो कौन सी नौकरी करी, ये मैरिड हुए या अनमैरिड रहे, इनकी पर्सनैलिटी कैसी थी, इनका IQ लेवल कैसा था, स्पोर्ट्स में ये कितने अच्छे थे, मैथमेटिक्स में ये कितने अच्छे थे, इनका एंग्जाइटी लेवल कैसा था। और साल 2003 में जब रिसर्चर्स ने इस स्टडी के रिजल्ट्स को पब्लिश किया जर्नल ऑफ कॉन्शियसनेस स्टडीज में, तो ये पाया गया कि इन सब में कोई भी सिमिलैरिटी नहीं थी। तो जब एक समय पर पैदा हुए बच्चों में कोई सिमिलैरिटी नहीं है, जो लोग एक महीने दूर एक दूसरे से पैदा हुए हैं, उनका हॉरोस्कोप सेम कैसे हो सकता है? इसे आप कंपेयर कीजिए किसी ट्रेजेडी से, किसी ब्रिज का टूट जाना, कोई भूकंप आ जाना या कहीं फ्लड्स आ जाना, जहां पर कई 100 लोग एक साथ मारे जाते हैं। അതായത് ഇപ്പോൾ പലരും പറഞ്ഞു വരും ധ്രുവദാച്ച ഒരു എയ്റ്റിസ്റ്റ് ആണ്, നീ ഒരു എയ്റ്റിസ്റ്റ് ആണ്, നിങ്ങൾക്കിത് പറഞ്ഞിട്ട് പോകാന്നുള്ളത്. പക്ഷേ ലോജിക്കലി ഇതെങ്ങനെയാണ് ഒരു ആസ്ട്രോളജർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക? ഒരു ആസ്ട്രോളജിയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇതെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും? അപ്പോൾ എന്നെപ്പോലുള്ളൊരു വിശ്വാസമില്ലാത്ത ഒരാൾക്ക് ഇതിലൊന്നും. ഏതെങ്കിലും ഗ്രഹങ്ങൾ, ഗ്രാവിറ്റി ആണല്ലോ എൻഡ് ഓഫ് ദ ഡേ നമ്മളെയൊക്കെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം. മൂണാണെങ്കിലും സണ്ണാണെങ്കിലും ബാക്കി പ്ലാനറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഭൂമിയിൽ കൊണ്ടുവരുന്നത് ഗ്രാവിറ്റിയാണ്. അല്ലെങ്കിൽ ഭൂമിയെ ആ ഒരു എന്താ പറയുക, നമ്മളെ മേത്ത് വരുന്ന ഫോഴ്സ് ഗ്രാവിറ്റിയാണ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എല്ലാവരുടെ മേത്തും ഒരുപോലെയാണ്. അതാണ് എൻ്റെ ഒരു അറിവ്. എല്ലാം ഇടുന്നത് അതാണ്. നമ്മുടെ ബോഡി മാസ് സ്ട്രക്ചർ അനുസരിച്ച് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും എന്നല്ലാതെ ഈ ഭൂമിയുടെ മുകളിലേക്ക് ബാക്കി ഗ്രഹങ്ങൾ ഇടുന്ന ഗ്രാവിറ്റിയുടെ മാറ്റം ഉണ്ടോ? എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ ഈ ധ്രുവരാട്ട് ഇതിനകത്ത് കംപ്ലീറ്റ്ലി സാധനം എക്സ്പോസ് ചെയ്ത് വിടുക ചെയ്ത് ഈ പ്ലാനറ്റ്സ് കൊണ്ടുവരുന്ന, ഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഒരു മനുഷ്യന് വേണ്ടി മാത്രം ഒരു ഗ്രഹം ഒരു മാറ്റം കൊണ്ടുവരുമോ? അല്ലെങ്കിൽ ആ ഒരു ഗ്രഹം മാറിയതുകൊണ്ട് ഭൂമിയിൽ ഒരു മനുഷ്യന് മാത്രം എന്തെങ്കിലും നല്ലതും ചീത്തയും സംഭവിക്കുമോ? അതിൽ എന്ത് ലോജിക്കാണുള്ളത്? ശനി എത്തി നോക്കി, ശുക്രൻ ഓടിച്ചിട്ട് തല്ലി, ചന്ദ്രനിൽ ചോദിച്ചോ, ഞാൻ പറയുന്നില്ല, മറ്റേ ഡവറോളിയെണ്ണം പറഞ്ഞ മാതിരിയാവും. ഇനി ഇതും പോട്ടെ, സമയത്തിൻ്റെ വിഷയം, ട്വിൻസ് ജനിച്ചതിനെ കുറിച്ചുള്ള എക്സാമ്പിൾസ്, അതേപോലെ നമ്മളുടെ സയൻസ്, ഹൊറോസ്കോപ്പ് സയൻസ്, അതിൽ വരുന്ന ഡീവിയേഷൻസ്, വ്യത്യാസം. ഇപ്പോൾ കറക്റ്റ് ധ്രുവരാട്ട പറഞ്ഞ പോലെ ഒരു പ്രകൃതി ദുരന്തം വരുന്നു, ഓക്കെ, വലിയൊരു ആപത്ത് സംഭവിക്കും. ഇപ്പോൾ ഒന്നും വേണ്ട, കൊറോണേനെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. കൊറോണയൊക്കെ വന്ന സമയത്ത് ഇന്ന നാളുകാർക്ക് ശുക്രനാണ്, നിങ്ങൾക്ക് ദേഹം കൊണ്ടും സമ്പത്ത് കൊണ്ടും സമൃദ്ധിയായിരിക്കും എന്ന് പറഞ്ഞിരുന്നവരും വീട്ടിലിരുന്നു. ഇല്ല, ഇന്ന സമയത്ത് ഇന്ന പ്രശ്നം വരും എന്ന് പറഞ്ഞവരും വീട്ടിലിരുന്നു. എല്ലാവരും വീട്ടിലിരുന്നു, ജ്യോത്സ്യനും വീട്ടിലിരുന്നു. എന്തിനാടാ ഈ ജ്യോത്സ്യന്മാർക്ക്? എത്രയോ ജ്യോത്സ്യന്മാർ എത്രയോ കേസിൽ പെട്ടവരുണ്ട്. ഇനി വേണ്ട, ഈ ജ്യോത്സ്യന്മാർക്ക് ഇത്ര ഇതിനെക്കുറിച്ച് കണ്ണിങ് നോളജാണ്, സമ്പത്തിനെ കുറിച്ചും ആരോഗ്യത്തിനെ കുറിച്ചും എന്നാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്ന ഒരു ജ്യോത്സ്യരെ കാണിച്ചു തരാൻ പറ്റുമോ? ഭയങ്കര ഫിനാൻഷ്യലി സെറ്റിലായ, അതല്ലെങ്കിൽ ഇതൊക്കെ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റിയ ആളുകളല്ലേ? കാശൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് വല്ല ട്രേഡിലും കൊണ്ടുപോയിട്ട് കാശ് ഇരട്ടിപ്പിച്ച് അങ്ങനെ ജീവിച്ചുകൂടെ അവർക്ക്? അങ്ങനെ അവർക്ക് എല്ലാം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യൻ്റെ ജീവിതം മൊത്തം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ അത്ര വലിയ പാട്. അയ്യോ, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇതിനൊന്നും ഉത്തരം തരാത്ത രീതിയിൽ ഉത്തരം മുട്ടിപ്പോവും ഇവിടുത്തെ ജ്യോത്സ്യന്മാർക്കും അല്ലെങ്കിൽ വിശ്വാസികൾക്കും. അപ്പം പിന്നെ ഒറ്റ ചോദ്യമുള്ളൂ, പിന്നെ ആരാണ്, പിന്നെ എന്താണ് ഇതൊക്കെ, പിന്നെ ഇത്ര കാലാകാലങ്ങളായിട്ട് നടക്കുന്നതിലൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ലേ മനുഷ്യൻ എന്നുള്ളൊരു ചോദ്യം തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഈ ആസ്ട്രോടോക്കിനകത്ത് തന്നെ കോമഡി ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ജ്യോത്സ്യൻ വരേണ്ട ഇതിനകത്ത്. പിന്നെ ഇവർക്കൊക്കെ പൈസ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതല്ലാതെ പൂജകൾ, ഡിജിറ്റൽ പൂജകൾ അങ്ങനെയുള്ളൂ. അപ്പോൾ പുതിയ സാധനമുള്ളൂ ഡിജിറ്റൽ ഈ പൂജ ചെയ്യാനുള്ള പ്രൈസ് വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഇനി നിങ്ങൾക്ക് കാണാൻ ത്രാണിയുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടെ ജീപ്പിൻ്റെ വീഡിയോ കൂടി ഒന്ന് പ്ലേ ചെയ്യാം.
ഞാനവിടെ പ്രപ്പോസ് ചെയ്യാൻ ആലോചിക്കുക. നീ വെറുതെ നാണം കെടാൻ നിൽക്കല്ലേ. നിനക്ക് കളറും തടിയും വെച്ച് അവളോട്ട് ഒട്ടും മാച്ച് അല്ല. ഒന്നുമില്ല. എനിക്ക് നിന്നെ വെറുതെ ഒരു ഫ്രണ്ടായിട്ട് മാത്രം കാണാൻ പറ്റത്തില്ല. കളറിന്റെ കാര്യത്തിലാണെങ്കിലും ബോഡി ലാംഗ്വേജിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മളൊരു മാച്ച് ഉണ്ടെന്ന് എനിക്കറിയാം. എന്നെപ്പോഴാണ് നിനക്ക് ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല. കളിയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇതൊരു മനസ്സിന്റെ ഒരു തോന്നലാ. ഇതൊന്നും കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ മീനടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നത് വലിയ നിൽക്കേണ്ട അഭിപ്രായം. അവനാള് പാവമൊക്കെ. പക്ഷെ അവൻ നിന്നെ ഫ്രണ്ടായിട്ടോ പെങ്ങളായിട്ടോ വല്ല കണ്ടിട്ട് അതിനപ്പുറത്ത് പോകും. വീട്ടിൽ എനിക്ക് കല്യാണം ആലോചിച്ചത് മര്യാദയ്ക്ക് വന്നെ പെണ്ണു വെക്കാം. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അല്ലല്ലോ, ഇത് GP റൈഡറിൻ്റെ വീഡിയോ. ഞാൻ എന്തിനാണ് ഈ 3 വീഡിയോ ഇവിടെ പ്ലേ ചെയ്തത്? ഒന്ന് മീറ്റ് നിരീൻ്റെ വീഡിയോ. ഒരാളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട് വെക്കുക എന്നുള്ളത്. ഇത് ഇവിടെ സാധാരണ പ്രേക്ഷകർക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം. ഇനി സൂപ്പർ ഹീറോൻ്റെ വീഡിയോ, ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിനിടയിൽ വരുന്ന ക്ലാഷുകൾ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ വരുന്ന വിഷയങ്ങൾ അത് പരിഹരിക്കുന്ന ഒരു ആസ്ട്രോളജർ. എഗെയിൻ ഇത് കോമൺ മാന് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്ക്രിപ്റ്റാണ്. പിന്നെ ലവേഴ്സ്, പ്രണയം തുറന്നു പറയാൻ പറ്റാതെ നടക്കുന്ന, അതും കുറേ കോംപ്ലക്സുകളല്ല, നിറത്തിൻ്റെ കോംപ്ലക്സും തടിയുടെ കോംപ്ലക്സും ഒക്കെ ഉള്ള ആളുകളുണ്ടാവും. ഇതൊക്കെ ഭയങ്കര റിയാലിറ്റിയിൽ ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റങ്ങളാണ് ഇവർ ഈ ചെയ്തു വെച്ചിട്ടുള്ള. സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും, ഇല്ലെങ്കിൽ ഇത് സ്ക്രിപ്റ്റാണോ അല്ലെങ്കിൽ ആഡാണോ പ്രമോഷനാണോ മനസ്സിലാക്കി കണ്ടാൽ പോലും 100 പേര് കാണുന്നതിൽ 10 പേരെങ്കിലും ഈ സംഗതിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഈ ആപ്പും ഡൗൺലോഡ് ചെയ്ത് ഇവരോടും സംസാരിച്ച് ഇതിനുള്ള ക്രിയകളും ചെയ്ത് ഇതിന് പൈസയും മുടക്കി കഴിഞ്ഞാൽ തന്നെ അവർക്ക് കോടികൾ ഉണ്ടാക്കാം. ഇവിടെ വർഷങ്ങളെടുത്ത് പഠിച്ച ഒരു ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഫഷൻ, അല്ലെങ്കിൽ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ഏതെങ്കിലും ഒരു കൂലിപ്പണിക്കാരൻ, ആരുണ്ടാക്കുന്നതിനും കൂടുതൽ കാശ് ഇതേപോലെ നാട്ടുകാർക്ക് മറ്റേ ഉപദേശവും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ശിക്കാരി ശമ്പുവിൻ്റെ മാതിരി 4-5 ഏറും പിടുത്തമൊക്കെ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്ന ആളുകൾ കോടിക്കണക്കിന് രൂപ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ? ഇത് എന്താണ് ഇവർ വിൽക്കുന്നത്? എന്തിലാണ് ഇവർ ക്യാഷ് ഇൻ ചെയ്യുന്നത്? മനുഷ്യൻ്റെ ഇമോഷൻസ്. നമുക്ക് നമ്മളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയില്ല, ട്രസ്റ്റ് വേണം നമുക്ക് നമ്മളെ തന്നെ. മനസ്സിലായി? നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം വേണം. ആ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ സാധനത്തിനൊക്കെ പിന്നാലെ ഓടുന്നത്. അതായത് വേറെ ആരെങ്കിലുമൊക്കെ നമുക്ക് വന്നൊന്ന് ഒരു മോട്ടിവേഷൻ ചെറുതായിട്ടൊന്ന് തള്ളിത്തന്നു കഴിഞ്ഞാൽ നമ്മൾ കയറിപ്പോകും. ഇതാണ് മനുഷ്യൻ. ലോ ആയിട്ട് കിടക്കുന്ന സമയത്ത് അത് നമ്മൾ ആരിൽ ഡിപ്പെൻഡ് ആവുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ കുറച്ച് നേരമൊക്കെ കരയും, കുറച്ച് നേരമൊക്കെ പഴയ ചിന്തകളുണ്ടാവും, പിന്നെ എല്ലാം മാറ്റി വെച്ച് ലൈഫ് മസ്റ്റ് ഗോ ഓൺ, നമുക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളത് ചിന്തിച്ചാൽ നമ്മൾ തന്നെ നീച്ചു പോകും. ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, എവിടെയെങ്കിലും പോയിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, അതിന് വേണ്ടിയിട്ട് ഇവിടെ അമ്പലവും പള്ളിയായിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളില്ലേ? അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഈ കാണാത്ത അദൃശ്യ ശക്തിയായ ദൈവത്തിനോട് വിളിച്ച് പറഞ്ഞോ, എന്തിനാണ് ഈ കണ്ട ആസ്ട്രോളജറിൻ്റെ അടുത്ത്, ഈ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് ഈ കാശും മുടക്കി കണ്ട അമ്പലവും പള്ളിയും കയറി ഇറങ്ങി ഇവരെ ടൈപ്പ്? അതിലേറെ വിറ്റ് ഒരു ജ്യോത്സ്യന് ഇവിടെ ഇരുന്നിട്ട്, ഇതിപ്പോൾ എൻ്റെ ലൈഫിലുണ്ടായൊരു കാര്യമാണ്. ഒരു അമ്പലത്തേക്ക് സ്നേഹയ്ക്ക് ഒരു സാധനം എഴുതി കൊടുത്തിട്ട് ഇതാ അമ്പലത്തേക്ക് ഇയാളെന്നെ വിളിച്ച് പറയും. എന്നിട്ട് ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോൾ ആൾക്കാർ അവിടെ ഉണ്ടാവും. എന്നിട്ട് ഇന്ന ജ്യോത്സ്യം പറഞ്ഞതല്ലേ എന്നാ വാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും. ഇവിടുന്ന് പറയുന്ന ഒരു പൈസ വേറെ, അവിടെ എത്തുമ്പോഴുള്ള പൈസ വേറെ. ഞാൻ ലിറ്ററലി തന്തയ്ക്ക് വിളിച്ച് പോകുന്നുണ്ട് പല സ്ഥലത്തുനിന്ന്. പിന്നെ എന്താ പറയുക, നമ്മളൊപ്പമുള്ള ആൾക്ക് വിശ്വാസിയാണെങ്കിൽ അത് റെസ്പെക്റ്റ് ചെയ്യാന്നല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. എനിക്ക് വിശ്വാസമില്ലാത്ത ഒരാളാണ്. പിന്നെ എൻഡ് ഓഫ് ദ ഡേ ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ടുപോയില്ല എന്നുള്ള പേര് പിന്നെ എനിക്ക് വരും. കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ കൊണ്ടുപോയേ പറ്റൂ. പിന്നെ മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യം ചെയ്യാം. ഓവറായിട്ട് ചൂഷണം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ കയറി ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. ചോദിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ വട്ടം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു വ്യക്തി മനസ്സിലാക്കി. ഇപ്പോൾ നിങ്ങൾക്ക് ആശ്രയിക്കുന്നവരെ ആശ്രയിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യ ഇത് പറഞ്ഞ് ക്ലീഷ ആയ ഒരു സാധനമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇത്രയും
കോടാനുകോടി രൂപ മുടക്കിയിട്ട് ആളുകൾ മരിച്ചു വീണ് നമ്മളെ പട്ടാളക്കാരൊക്കെ ഇത്രയും ജീവൻ അവരിത് ബലിയർപ്പിച്ച് ഇതിനാ ഈ യുദ്ധം ചെയ്യാൻ നടക്കുന്നത്. ഇതിങ്ങോട്ട് കറക്കിയിട്ട് ഒരു 4 വർത്താനം പറഞ്ഞു പാകിസ്ഥാനിക്ക് 2 ശുക്രനെയും 1 ശനീനെയും ആണ് പറഞ്ഞു വിട്ടാൽ പോരെ. അയ്യോ, അങ്ങനെ കുറേ ഐറ്റങ്ങളുടെ ഇതിപ്പോൾ ഇതിൻ്റെ ഒരു മോഡേൺ ഫേസിൽ വന്ന് നിന്ന് ഇതേപോലെ കുറേ സെലിബ്രിറ്റികൾ വന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ദൈവത്തിനും പ്രൊമോഷൻ കൊടുക്കുന്നൊരു നാടായി മാറിയിട്ടുണ്ട് നമ്മളത്. എത്രയോ അമ്പലങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊമോഷൻ ചെയ്യുന്ന സെലിബ്രിറ്റീസ് ഈ നാട്ടിലുണ്ട്. അപ്പം അങ്ങനെ എല്ലാം ബിസിനസ്സാണ്. മതം ബിസിനസ്സാണ്, ദൈവം ബിസിനസ്സാണ്. മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും ഭാഗമായി നിൽക്കുന്ന ഇങ്ങനത്തെ ജോത്സ്യം അടക്കമുള്ള എല്ലാ സാധനവും ബിസിനസ്സാണ്. ഞാൻ തന്നെ ഞെട്ടിയിട്ടുണ്ട്. ഞങ്ങളെ മലബാർ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ജ്യോത്സ്യന്മാരെ കാണാൻ വരുന്നത് മുസ്ലിം സഹോദരങ്ങളാണ്. ഞാൻ അങ്ങനെ അന്തം വിട്ടായിരിക്കും. അവരുടെ മതഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അല്ലാതെ വേറെ ആരും ഇല്ല എന്നുള്ളത്. ഒരു ഓടി പിടിച്ചിട്ട് ഇപ്പുറത്ത് വേറെ ഒരാളത്തേക്ക് വരും. അപ്പം അതാണ്, അതൊരു മനുഷ്യൻ്റെ ഏറ്റവും മോശം സിറ്റുവേഷനിലാണ് അവരെന്നെ കാണാൻ വരുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ജ്യോത്സ്യന് വന്ന് കയറുന്ന ആളുടെ മൈൻഡ് വായിക്കാനും അല്ലെങ്കിൽ അത് മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റിയാൽ അയാൾ കാശുണ്ടാക്കി പോവും. ഇനിയിപ്പോൾ എന്താ പറയുക, കൂടുതൽ ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ നീ എന്തിനാണ് അന്ധവിശ്വാസം ഇതിൽ സംസാരിക്കണമെന്ന് ചോദിക്കും. ആർക്കെങ്കിലുമൊക്കെ ഒരു മാറ്റം വരികയാണ്, ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോകണമെങ്കിൽ പോയിക്കോട്ടെ. ഇത് ഭയങ്കര കാശ് ചെലവുള്ള പരിപാടിയാണെന്നും പല ജീവിതങ്ങളും ഇത് കാരണം തൊലഞ്ഞിട്ടുണ്ട് എന്നുള്ളതും അത് ഞാൻ പറഞ്ഞു. ഞാൻ ലിവിങ് എക്സാമ്പിൾസ് എൻ്റെ മുന്നിൽ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ കഥ ഒരു വട്ടം പറഞ്ഞത്. എൻ്റെ അമ്മമ്മ വീട്ടിൽ നിന്ന് കാണാതായപ്പോൾ എൻ്റെ അമ്മ പോയിട്ട് പണിക്കരടുത്ത് പോയിട്ട് എൻ്റെ അമ്മമ്മ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പണിക്കർ പറഞ്ഞു ഗുരുവായൂർ പറഞ്ഞിട്ട് എൻ്റെ അമ്മ വണ്ടി എടുത്ത് ഗുരുവായൂർ പോയതാണ്. നോക്കും ഇപ്പുറത്ത് കുന്നുമൊരു കടയിലുണ്ടായിരുന്നു. പാവ അമ്മമ്മയ്ക്ക് അൽഷിമാസാണ്. അങ്ങനത്തെ 100 കണക്കിന് കഥകൾ എൻ്റെ വീട്ടിൽ നടന്നതെന്ന് എനിക്കറിയാം. അവസ്ഥയുടെ എന്താണെങ്കിലും ഞാൻ പറയുന്നത് പ്രൊമോഷൻ ചെയ്യാതിരിക്കൊക്കെ ഇറ്റ്സ് അപ് ടു യു. സയൻറ്റിഫിക് ടെമ്പർ, നമ്മുടെ രാജ്യത്ത് വരുന്ന ഈ കൂടി വരുന്ന അന്ധവിശ്വാസങ്ങൾ, അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞും അത് ചുറ്റുപാട് നടക്കുന്നതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കിയും കൊണ്ടും വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങളൊക്കെ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ഈസ് അപ് ടു യു. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോ. പക്ഷെ എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും മക്കൾക്ക് അല്ലെങ്കിൽ വലിയവർ ആരായിരിക്കും, ജെൻഡറിൽ ഒന്നും ഞാൻ പറയുന്നില്ല, ആർക്കെങ്കിലും ഒന്ന് മാറി ചിന്തിക്കാൻ തോന്നിയാൽ സ്വയം നമ്മളൊരു വിശ്വാസം വേണം. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്കേ നമുക്ക് തിരിച്ച് ഒരു കാര്യം കിട്ടും. മനസ്സിലായി? നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, പൊട്ട ചെയ്താൽ പൊട്ട തന്നെ കിട്ടും. ഫൈൻ. ഞാൻ ഈ കർമ്മയെക്കുറിച്ച് പറയുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് നീ വിശ്വാസിയല്ല പിന്നെ എന്തിനാ കർമ്മ. കർമ്മയും ദൈവവും തമ്മിൽ എന്ത് ബന്ധം? കർമ്മ, വാട്ട് ഈസ് കർമ്മ? നിങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങളെ കർമ്മം. ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ്. മനസ്സിലായില്ലേ? ബേസിക്കലി ഞാൻ ചെയ്യുന്ന പ്രവർത്തികളാണ് കർമ്മ എന്ന് പറഞ്ഞ സാധനങ്ങൾ. അത് തിരിച്ച് ഞാൻ ചെയ്ത പോലെ തന്നെയല്ലേ എനിക്ക് തിരിച്ചു കിട്ടു. നല്ല ചെയ്താൽ നല്ല കിട്ടും, ചീത്ത ചെയ്താൽ ചീത്ത കിട്ടും. അതും ദൈവമായിട്ട് നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കണ്ട. ഞാനിത് ഈ കർമ്മ എന്ന് പറഞ്ഞ സാധനം ഒരു ദൈവത്തിൻ്റെയും മറ്റേ ഇതല്ല, ഏത് കുടുംബസ്വത്തൊന്നുമല്ല. കർമ്മ ഈസ് എ ഡൂയിങ്, ഒരു മനുഷ്യൻ്റെ ചെയ്തികൾ. കർമ്മം അത്രേ ഉള്ളൂ. അത് എൻ്റെ കർമ്മ മാത്രം എനിക്ക് തിരിച്ച് കിട്ടിയെന്ന് വരില്ല. എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളുടെ കർമ്മം ചിലപ്പോൾ എനിക്ക് കിട്ടാം. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ളവരോ എന്തെങ്കിലും ഒരു വൃത്തികേട് ചെയ്താൽ അതിൻ്റെ ഒരു പങ്ക് എനിക്ക് വരും. അതൊരു കർമ്മ എന്ന് പറഞ്ഞ സാധനം പല ആംഗിളിൽ നിന്ന് നമുക്ക് നോക്കാൻ പറ്റും. മനസ്സിലായോ? അല്ലാതെ കർമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ദൈവത്തിൻ്റെ എന്തോ ആണെന്നൊന്നും പറഞ്ഞു വരില്ലേ. പ്ലീസ്